RSSന് 100 വയസ്സായിരിക്കുന്നു. ഞാനും 1957 മുതൽ ആ പ്രസ്ഥാനത്തിൻ്റെ കൂടെ സഞ്ചരിക്കുന്നു, വളരെ ചെറിയ നിലയിൽ. എന്തെങ്കിലും ആ പ്രസ്ഥാനത്തിന് ഞാൻ സംഭാവന ചെയ്തോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നാണ് എൻ്റെ സത്യസന്ധമായ ഉത്തരം. തലയെണ്ണാൻ ഒരാൾ, അതായിരിക്കും കൃത്യമായ ഒരു വിലയിരുത്തൽ. അതാണ്. എന്താണ് RSS? ഞാൻ മനസ്സിലാക്കിയ RSS എന്താണെന്ന് ഞാൻ നിങ്ങളോട് പറയാം. ഭാരതം മാതൃഭൂമിയാണ് എന്ന നിലപാട്, അതിനെ പരമവൈഭവത്തിലെത്തിക്കും എന്ന കാഴ്ചപ്പാട്, ആ കാഴ്ചപ്പാടിനോടുള്ള കടപ്പാട്, ആ കടപ്പാട് തീർക്കാനുള്ള പുറപ്പാട്, ഇതാണ് RSS. ഇതിൽ കൂടുതലൊന്നുമില്ല, കുറവുമില്ല. പറയുമ്പോൾ എളുപ്പം കഴിഞ്ഞു, എന്നാൽ ഇത് വളരെ വലിയൊരു ജോലിയാണ്. അതിലേക്ക് പ്രയാണം, പ്രസ്ഥാനം, പുറപ്പാട്, ആ പുറപ്പാട് തുടങ്ങിയിട്ട് 100 വർഷമായി. അത് അതിൻ്റെ പരമോച്ഛ കോടിയിൽ എത്തിയോ? ഇല്ല, എത്തിയിട്ടില്ല. ഇനിയും ബഹുദൂരം മുന്നോട്ട് പോകാനുണ്ട്. ഹിന്ദു സമാജത്തിൻ്റെ അല്ലെങ്കിൽ ഹിന്ദു സമാജത്തിലെ ഒരു സംഘടനയാണോ RSS? അല്ല. NSS ഒരു ഹിന്ദു സംഘടനയിലെ ആണ്. ഹിന്ദുക്കളിൽ നായർ വിഭാഗത്തെ എടുത്ത് ഉണ്ടാക്കിയ ഒരു സംഘടന NSS. SNDP ഉണ്ടാക്കിയ കാലത്ത് ഈഴവരുടെ ആയിരുന്നില്ല, ഈഴവരുടെ മാത്രമായിരുന്നില്ല. എല്ലാവർക്കും SNDPയിൽ ചേരാമായിരുന്നു. ഇപ്പോഴും ചേരാം എന്നാണ് എൻ്റെ വിശ്വാസം. അതിൻ്റെ ഭരണഘടന എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മറ്റ് സമുദായങ്ങൾക്ക്, ഈഴവരല്ലാത്തവർക്ക് ഒക്കെ ചേരാവുന്നൊരു സംഘടനയാണ് SNDP. എന്നാൽ കാലം പോകെ ഈഴവരുടെ ഒരു സംഘടനയായിട്ട് മാറി. എന്തുമായിക്കോട്ടെ, ഹിന്ദുക്കളിലെ മറ്റൊരു വിഭാഗത്തിൻ്റെ സംഘടന SNDP. അങ്ങനെ തന്ത്രി സമാജം, പുലയ മഹാസഭ, വിശ്വകർമ്മ സഭ, ഇങ്ങനെയൊക്കെ. അപ്പോൾ ഹിന്ദു സമാജത്തിലെ ഒരു സംഘടന എന്ന് പറയുമ്പോൾ RSSകാർ, മൊത്തം ഹിന്ദു സമാജത്തിലെ RSSകാരുടെ ഒരു സംഘടന. അവർക്ക് ജാതിയില്ല, ശരി, ജാതിയില്ല എന്ന് വിശ്വസിക്കുന്ന ഹിന്ദുക്കളുടെ ഒരു സംഘടന. ഇതാണോ RSS? അല്ല. മൊത്തം ഹിന്ദു സമാജം, ആകമാന ഹിന്ദു സമാജത്തിൻ്റെ കെട്ടുറപ്പുള്ള ഹിന്ദു സമാജത്തിൻ്റെ പേരാണ് RSS. അപ്പോൾ സമാജത്തിൽ നിന്ന് അടർത്തിയെടുത്ത കുറച്ച് പേര് കൂടി ഉണ്ടാക്കുന്ന സംഘടനയല്ല RSS. RSS ആകണമെങ്കിൽ ഹിന്ദു സമാജം അഥവാ ഭാരതീയ സമാജം സംഘടിതമാകണം. ഇതിൽ ഹിന്ദു മതങ്ങളുണ്ടോ? ഉണ്ട്. അവരാണല്ലോ ഭാരതത്തിൻ്റെ പെട്ടെന്ന് സംഘടിപ്പിക്കാവുന്ന ഒരു ഗ്രൂപ്പ് എന്ന് പറയുന്നത് റിലീജിയസ് ഗ്രൂപ്പാണ്. സ്വാഭാവികമായിട്ട് ആ റിലീജിയസ് ഗ്രൂപ്പ് RSSൽ വരുന്നു. മറ്റ് റിലീജിയസ് ഗ്രൂപ്പുകളോ? അവരും കുറേശ്ശെയായിട്ട് വരുന്നുണ്ട്, മുഴുവനായിട്ടില്ല. RSSന് അവർ വരണം എന്നാഗ്രഹമുണ്ട്. അവരിൽ ചിലർക്ക് വരണം എന്നാഗ്രഹമുണ്ട്, ചിലർ വരുന്നു, ചിലർ സംശയിച്ച് നിൽക്കുന്നു. ഇതാണ് അവസ്ഥ. അപ്പോൾ ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും RSSൽ ഇല്ലല്ലോ? അങ്ങനെയില്ല, ഉണ്ട് അവർ. പക്ഷേ വേണ്ട പോലെ ഇല്ല, ഇല്ലേ? അവരിൽ ഭൂരിപക്ഷവും RSSനോട് ഒരു സംശയദൃഷ്ടിയോടെ നിൽക്കുന്നു. വിരോധം, പ്രൊപ്പഗാൻഡ, അതൊക്കെ അവിടെ നിൽക്കട്ടെ. അത് മറ്റ് ചില ആവശ്യങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നതേ ഉള്ളൂ. പ്രാഥമികമായിട്ട് ഉള്ളിൽ ഉള്ള ഒരു സംശയമാണ്, ഇത് നമുക്കെതിരാവുമോ? അവിടെ തല്ലുപിടിച്ചു, ഇവിടെ തല്ലുപിടിച്ചു, ഇവിടെ വഴക്കുണ്ട്. അങ്ങനെയൊന്നുമില്ല. അതിപ്പോൾ മനുഷ്യരല്ലേ, ഇടയ്ക്ക് എവിടെയെങ്കിലും തമ്മിൽ അടിയൊക്കെ ഉണ്ടായെന്ന്. അത് വെച്ചിട്ടൊരു സംഘടനയെ നമ്മൾ വിലയിരുത്തേണ്ട കാര്യമില്ല. അല്ല, എനിക്കത് ഒരു ശരിയാണെന്ന് തോന്നുന്നു. അവർ മതപരിവർത്തനത്തിനൊക്കെ എതിരാണെന്നേ. അല്ല, മതപരിവർത്തനം എതിർക്കേണ്ടത് തന്നെയല്ലേ? എന്തിനാ മതം പരിവർത്തനം ചെയ്യുന്നത്?
പ്രോസിലറ്റൈസിങ് എന്നൊരു കാര്യം ഇല്ലെങ്കിൽ പിന്നെ മതപരിവർത്തനവും ഇല്ല. അപ്പോൾ ഇങ്ങനെ പലവിധ സംശയങ്ങൾ നിലനിൽക്കുന്നു. ആ സംശയങ്ങൾ ദൂരീകരിക്കേണ്ട ചുമതല RSSനുള്ളതല്ലേ? ആണ്. ആ ചുമതല നിർവഹിക്കുന്നതിൽ RSS വിജയിച്ചോ? സമ്പൂർണ്ണമായിട്ട് വിജയിച്ചില്ല, കുറച്ചൊക്കെ വിജയിച്ചു. അങ്ങനെ ഒരു ഹൃദയം തുറന്നുള്ള സംസാരത്തിന്, ചർച്ചയ്ക്ക് മറ്റ് സമുദായങ്ങളും തയ്യാറായോ? ഇല്ല. അപ്പോൾ ആശാരിയുടെ കുറവുമുണ്ട്, തടിയുടെ വളവുമുണ്ട്. ഇത് മെല്ലെ മെല്ലെ മാറി വരും എന്ന് RSS വിശ്വസിക്കുന്നു. അതിനായിട്ട് പ്രവർത്തിക്കുന്നു. ആ പ്രവർത്തനത്തിൽ പോരായ്മയില്ലേ? ഉണ്ട്. പോരായ്മ സംഭവിച്ചിട്ടുണ്ട്. അത് നികത്താനുള്ള പരിശ്രമങ്ങൾ നടക്കുന്നുണ്ട്. ഇങ്ങനെയാണ് RSS മെല്ലെ സമാജത്തെ മൊത്തം സംഘടിപ്പിക്കുന്നത്. RSSൻ്റെ ദൃഷ്ടിയിൽ ഹിന്ദു എന്ന് പറഞ്ഞാൽ, ഹിന്ദു എന്നുള്ള വാക്കിന് കോണ്ടെക്സ്റ്റ് അനുസരിച്ച് അതിൻ്റെ അർത്ഥം മാറും. അതുകൊണ്ട് RSSൻ്റെ ഹിന്ദു എന്ന് പറഞ്ഞാൽ ഭാരതത്തിൽ ജനിച്ചവരെല്ലാം RSSൽ ഹിന്ദുക്കളാണ്. RSSൻ്റെ ദൃഷ്ടിയിൽ വിശ്വ ഹിന്ദു പരിഷത്ത് എന്ന് പറയുമ്പോൾ അവരുടെ ഹിന്ദു വേറൊരു ഹിന്ദുവാണ്. ഒരു ലൈബ്രറിയിൽ കയറിപ്പോയി ചെന്ന് കഴിഞ്ഞാൽ ഹിന്ദു ഒരു പത്രമാണ്. അപ്പോൾ ഇങ്ങനെ കോണ്ടെക്സ്റ്റ് അനുസരിച്ച് അർത്ഥം മാറുന്ന വാക്കാണ് ഹിന്ദു. ഹിന്ദു എന്നുള്ള വാക്ക് വേദങ്ങളിലില്ല, ഇല്ല. ഉപനിഷത്തിലില്ല, ഇല്ല. പുരാണങ്ങളിലില്ല, ഇല്ല. പിന്നെ ഇതിഹാസങ്ങളിലില്ല, ഇല്ല. പുരാണങ്ങളിൽ തന്നെ വിഷ്ണു പുരാണത്തിൽ മാത്രമാണ് ഹിന്ദു എന്നുള്ള വാക്ക്, ഹിന്ദുസ്ഥാനം എന്നൊക്കെയുള്ള വാക്ക് വരുന്നത്. അപ്പോൾ അത് മറ്റുള്ളവരിട്ടതല്ലേ? പേർഷ്യക്കാരിട്ടത്, ചൈനക്കാരിട്ടത്, അല്ലെങ്കിൽ ജപ്പാൻകാരിട്ടത് അല്ലേ? ആണ്. അതിൽ തെറ്റെന്താ? ഒരു ജനസഞ്ചയത്തിന് അല്ലെങ്കിൽ ഒരാൾക്ക് തന്നെ പേരിടുന്നത് മറ്റുള്ളവരാണ്. എൻ്റെ പേര് നിങ്ങൾക്കാണ് ആവശ്യം, എൻ്റെ പേര് എനിക്കാവശ്യമില്ലല്ലോ. എന്നെ വിളിക്കാൻ, എന്നെ ഐഡൻറ്റിഫൈ ചെയ്യാൻ നിങ്ങൾക്കൊരു പേര് ആവശ്യമാണ്. അപ്പോൾ നിങ്ങൾ എനിക്ക് മോഹൻദാസ് എന്ന് പേരിട്ടു. അത് അച്ഛനമ്മമാരാകാം, മറ്റ് ബന്ധുമിത്രാദികളൊക്കെ ചേർന്ന് തീരുമാനിച്ച പേരാകാം, എന്തുമായിക്കോട്ടെ. മറ്റുള്ളവരാണ് നമുക്ക് പേരിടുന്നത്. അതുപോലെ നമ്മുടെ സമാജത്തിനും മറ്റുള്ളവരിട്ട പേരാണ് ഹിന്ദു. അത് കുറച്ചൊരൊന്നുമല്ല, അതാണ് സംഭവിക്കാറുള്ളത് ലോകം മൊത്തം. എന്തിനും ഏതിനും പേരിടുന്നത് സ്വയമല്ല, മറ്റുള്ളവരാണ്. അതുകൊണ്ട് അതിൽ കുറച്ചിലൊന്നുമില്ല. ഹിന്ദു എന്നുള്ള പേര് പുറത്തുനിന്നുള്ളവരിട്ടതാണ്, ആയിക്കോട്ടെ, അതുകൊണ്ട് എന്താ? ആ പേര് പതിഞ്ഞു. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയാണ് ആദ്യമായിട്ട് അവരുടെ മാപ്പ് വരച്ചിട്ട് ഹിന്ദുസ്ഥാൻ എന്ന് പേരിടുന്നത്. ഈ ഭൂപ്രദേശത്തിൻ്റെ പടം വരച്ചിട്ട് ഹിന്ദുസ്ഥാൻ എന്ന് പേരിട്ടു. അതിനു മുമ്പും ഹിന്ദുസ്ഥാൻ എന്നുള്ള പേരുണ്ട്, ഇല്ലാതെയില്ല. ബട്ട് മാപ്പ് തയ്യാറാക്കിയത് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയാണ്. അവർ ഹിന്ദുസ്ഥാൻ എന്ന് പേരിട്ടു. കാരണം ഹിന്ദുസ്ഥാനാണ് അന്ന് പോപ്പുലറായിട്ടുള്ള പേര്, പ്രത്യേകിച്ചും ഉത്തരേന്ത്യൻ ഭാഗങ്ങളിൽ. അതിലും തെറ്റില്ല. പിന്നീടത് ഇന്ത്യ എന്ന് പറഞ്ഞു. ഇന്ത്യ എന്ന് പറയുന്നതിലും തെറ്റൊന്നുമില്ല. അസാമാന്യ ദേശീയവാദിയായിരുന്ന വിഷ്ണുനാരായണൻ നമ്പൂതിരി കവി, അദ്ദേഹത്തിൻ്റെ വരികളുണ്ട്. ശിലാജാഡ്യം പിളർന്നെത്തും ഇന്ത്യ എന്ന വികാരമേ. അദ്ദേഹം ഇന്ത്യ എന്ന് പറയുമ്പോൾ ഭാരതം എന്ന് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്, ഹിന്ദുസ്ഥാനം എന്ന് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ഇന്ത്യ എന്ന് ഉപയോഗിക്കുന്നതിലും തെറ്റൊന്നുമില്ല, ഒരു കുറച്ചിലുമില്ല. അങ്ങനെ ഹിന്ദുവായി, ഭാരതമായി, ഇന്ത്യയായി, ഹിന്ദുസ്ഥാനായി ഇങ്ങനെ അറിയപ്പെടുന്നു നമ്മളുടെ രാഷ്ട്രം. രാഷ്ട്രസങ്കല്പം, പേരവിടെ നിൽക്കട്ടെ. രാഷ്ട്രം എന്ന സങ്കല്പം വേദകാലം മുതലുണ്ട്. വേദത്തിൽ ഏകദേശം 300 സ്ഥലങ്ങളിൽ രാഷ്ട്രം എന്നുള്ള വാക്ക് വരുന്നുണ്ട്. രാഷ്ട്രം മാത്രമല്ല, രാഷ്ട്രായ, രാഷ്ട്രീയ, ഈ വക വാക്കുകളും ഒക്കെ ചേർത്ത് കഴിഞ്ഞാൽ രാഷ്ട്രം എന്ന് പേരുള്ളവരുണ്ട്. ധൃതരാഷ്ട്രൻ ഇല്ലേ?
രാഷ്ട്രം എന്നുള്ള പേര്, അങ്ങനെ രാഷ്ട്രവർദ്ധനൻ, ഇങ്ങനെയുള്ള പേരുകളൊക്കെ നമുക്ക് ഇതിഹാസങ്ങളിൽ കാണാൻ പറ്റും. വേദകാലത്ത് മാതാഭൂമി പുത്രോഹം പൃഥിവ്യ എന്ന് പറഞ്ഞു. അത് അഥർവവേദത്തിലാണ്, ഭൂമിഗീതം എന്ന പാർട്ടിലാണത്. അവിടെ പക്ഷേ പറഞ്ഞിരിക്കുന്നത് നമ്മളെല്ലാം ഭൂമിയുടെ മക്കളാണ് എന്നാണ്. ഭാരതത്തിൻ്റെ മക്കളെന്നല്ല, ഭൂമിയുടെ മക്കളെന്നാണ്. അപ്പോൾ പിന്നെ ഭാരതം എന്ന് വന്നു. പിന്നെയും കുറേ കാലം കഴിഞ്ഞു രാമായണത്തിൻ്റെ കാലം വന്നു. രാമായണത്തിൻ്റെ കാലം വന്നപ്പോൾ ഏകദേശം ഭാരതത്തിൻ്റെ ഒരു രൂപം അവിടെയായിട്ട് പ്രത്യക്ഷപ്പെട്ടു. അയോധ്യ മുതൽ തെക്കോട്ട് ശ്രീലങ്ക വരെ, അതിൽ കേരളവും ഒക്കെ വരുന്നുണ്ട്, പരാമർശങ്ങൾ വരുന്നുണ്ട്. മെല്ലെ ഭാരതത്തിൻ്റെ എലികകൾ തെളിഞ്ഞു വന്നു. മഹാഭാരത കാലമായപ്പോഴത്തേക്ക് സമ്പൂർണ്ണ ഭാരതത്തിൻ്റെ എലികകളും തെളിഞ്ഞു. അത്ര കൃത്യമായിട്ട് മാപ്പ് വരയ്ക്കാവുന്ന രീതിയിലല്ല, എന്നാലും ബൈ ആൻഡ് ലാർജ് നമുക്ക് മനസ്സിലാകുന്ന രീതിയിലുള്ള ഒരു ഭൂപടങ്ങളിൽ ഇന്ത്യ ഉണർന്നു എന്നൊക്കെ ONV പറഞ്ഞിട്ടില്ലേ, അങ്ങനെ ഒരു ഭൂപടം എന്ന രീതിക്ക് ഉണ്ടായി. അതാണ് പിൽക്കാലത്ത് പിന്നീടുള്ളത് സിമ്പിൾ ചരിത്രമാണ് നമ്മൾ പള്ളിക്കൂടത്തിലൊക്കെ പഠിച്ചതും ഒക്കെ. അങ്ങനെ ഭാരതം നിലവിൽ വന്നു. ആ നിലവിൽ വന്ന ഭാരതത്തിന് ആധ്യാത്മിക മൂല്യങ്ങളും അതിൻ്റെ കൂടെ നിലവിൽ വന്നിരുന്നു. മൂല്യങ്ങളടക്കമാണ് ഉപനിഷത്തുക്കളും വേദങ്ങളും ഒക്കെ നിലവിൽ വന്നത്. അപ്പോൾ അതുകൊണ്ട് ഇത് ഒരു പുണ്യഭൂമി എന്ന് നമ്മൾ കരുതുന്നു. മാതൃഭൂമിയാണ്. അഥർവവേദത്തിൽ പറഞ്ഞ പോലെ മാതാഭൂമി പുത്രോഹം പൃഥിവ്യ, മാതാവ് അവിടെ പ്രത്യക്ഷപ്പെടുന്നു. അപ്പോൾ ഭൂമിയെ അമ്മയായിട്ടാണ്, രാജ്യങ്ങളെ പൊതുവെ ഷീ എന്നാണ്, സ്ത്രീലിംഗത്തിലാണ് അടയാളപ്പെടുത്താറുള്ളത്, ഹി എന്നല്ല. അപ്പോൾ ഭാരതവും അങ്ങനെ തന്നെ, സംസ്കൃതത്തിലും അങ്ങനെ തന്നെ വന്നു, അമ്മയാണ് ഭാരതം. അതുകൊണ്ടാണ് ഭാരതം മാതൃഭൂമി എന്ന് പറയുന്നത്. പുണ്യഭൂമി എന്ന് പറയുന്നത് ആധ്യാത്മികതയുടെ ഒരു സോഴ്സായിട്ട് ഭാരതം വർത്തിച്ചിരുന്നു, ഇപ്പോഴും വർത്തിക്കുന്നു. എ സ്പിരിച്വൽ നേഷൻ എന്ന് ഏതിനെയെങ്കിലും വിളിച്ചാൽ അത് ഭാരതത്തെ ആയിരിക്കണം. സ്പിരിച്വാലിറ്റി നമ്മളുടെ പ്രത്യേകതയാണ്. റിലിജിയൻ എന്നതിന് തുല്യമായൊരു വാക്ക് നമുക്ക് ഭാരതത്തിലെ ഒരു ഭാഷയിലും ഇല്ല. പകരം നമ്മൾ മതം എന്ന് പറയും. ഹിന്ദിയിൽ മതനിരപേക്ഷ എന്നല്ല, പന്ഥനിരപേക്ഷ എന്ന് പറയും. ഒരു പന്ഥാവാണ്, ഒരു വഴി ആണ്. സമ്പ്രദായം എന്ന് പറയാം. ഏതായാലും റിലിജിയൻ എന്നുള്ള വാക്കിനെ ദ്യോതിപ്പിക്കുന്ന ഒരു വാക്ക് നമുക്ക് ഇന്ത്യൻ ഭാഷകളിൽ ഇല്ല. എന്താണെന്ന് വെച്ചാൽ ആ സാധനം ഇന്ത്യയിലില്ല. നമ്മളിപ്പോൾ മതം എന്ന് പറയുന്നു, മതത്തിൻ്റെ ഡിക്ഷണറിയിലുള്ള അർത്ഥം അഭിപ്രായം എന്നാണ്, അതിനപ്പുറമൊന്നുമില്ല. അപ്പോൾ ഒരാളുടെ മതം എന്ന് വെച്ചാൽ അയാളുടെ അഭിപ്രായം. അയാളുടെ ഒരു ദൈവം, ഒരു പ്രൈവറ്റ് ഏർപ്പാടാണ് ദൈവവുമായിട്ടുള്ള റിലേഷൻ. അതിൽ വലിയ സാമൂഹികമായ പ്രസക്തിയോ സംഗതിയോ ഒന്നുമില്ല. ഓരോരുത്തർക്കും ഓരോ ദൈവം, ആ ദൈവത്തോട് അവർ സങ്കടങ്ങൾ പറയുന്നു, സങ്കട നിവൃത്തിക്കായിട്ട് പ്രാർത്ഥിക്കുന്നു, എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നു. ചിലതൊക്കെ നടക്കുന്നു, ചിലത് നടക്കാതെ പോകുന്നു. ഇങ്ങനത്തെ സമ്പ്രദായം. അതുകൊണ്ട് മതം എന്നുള്ള വാക്ക് നമ്മളതിന് ഉപയോഗിച്ചു. റിലിജിയൻ അങ്ങനെയല്ല. ഒരു ദൈവം, ഒരു പ്രവാചകൻ, ഒരു പുസ്തകം, അതിലെ ചട്ടങ്ങളനുസരിച്ച് ജീവിക്കുന്ന ഒരു സമൂഹം, ഇതാണ് റിലിജിയൻ. ഈ അർത്ഥത്തിൽ ഭാരതത്തിൽ റിലിജിയൻ ഇല്ല. അതുകൊണ്ട് ഹിന്ദു മതമില്ല, ഹിന്ദു മതങ്ങളാണുള്ളത് എന്ന് പറയാം. മറ്റ് മതങ്ങൾ മാങ്ങ പോലെ, അകത്ത് മാങ്ങയുടെ കുരു അണ്ടി എന്ന് പറയുന്നതും പുറത്ത് മാംസളമായ ഇത്. ഭാരതത്തിൽ ഹിന്ദു എന്ന് പറയുമ്പോൾ അത് ചക്ക പോലെയാണ്. ഒരു ചക്ക, അതിന് മൊത്തം ഒരു കവറ്, ആ കവറിനുള്ളിൽ ധാരാളം ചക്കക്കുരുവും ആ ചക്കപ്പഴവും അത് പൊതിഞ്ഞുണ്ട്. ഇതെല്ലാം പൊതിഞ്ഞ് ഒരു ഔട്ടർ കവർ. ഞാനീ പറയുന്നത്
കൃത്യം ഒരു ഉദാഹരണമല്ല എന്നെനിക്കറിയാം. എന്നാലും പെട്ടെന്ന് മനസ്സിലാകാൻ മറ്റ് മതങ്ങളും ഹിന്ദുമതവും തമ്മിലുള്ള വ്യത്യാസം, അല്ലെങ്കിൽ ഹിന്ദു മതങ്ങളും തമ്മിലുള്ള വ്യത്യാസം ഇതാണ്. ഹിന്ദുവിനുള്ളിൽ ഇങ്ങനെ പ്രവാചകന്മാരുണ്ട്, സന്യാസിമാരുണ്ട്, ഋഷിമാരുണ്ട്, അവരെ മാത്രം ആശ്രയിച്ച് അവരെ മാത്രം പൂജിച്ച് ജീവിക്കുന്നവരുണ്ട്, അവരെ പറഞ്ഞ അതനുസരിച്ച് മാത്രം കാര്യങ്ങൾ നടത്തുന്നവരും ഉണ്ട്. ഇവരെല്ലാം ചേർന്നുള്ളതാണ് ഹിന്ദു. അതാണ് ചക്കയുടെ പുറത്തെ കവർ. അപ്പോൾ ഇങ്ങനെ ഹിന്ദുമതം ചക്ക പോലെയും മറ്റ് മതങ്ങൾ മാങ്ങ പോലെയും ഇരിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഇങ്ങനെയുള്ള ഹിന്ദുമതം ഭൂരിപക്ഷമുള്ള ഒരു നാട്ടിൽ നമുക്ക് സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടത് എന്തുകൊണ്ട് എന്ന ചിന്ത, അതിൽ നിന്നാണ് RSSൻ്റെ ഉത്ഭവം. ഡോക്ടർ കേശവ ബൽറാം ഹെഡ്ഗേവാർ ഒരു വിപ്ലവകാരിയായിരുന്നു. അനുശീലൻ സമിതി എന്ന് പറഞ്ഞിട്ട് ഒരു വിപ്ലവ ഗ്രൂപ്പ് അന്നുണ്ടായിരുന്നു. ബ്രിട്ടീഷുകാർക്കെതിരെ ട്രെയിൻ മറിക്കുക, ബോംബെറിയുക, അങ്ങനെയുള്ള ഇതൊക്കെയായിട്ട് നമ്മൾ മഹർഷി അരവിന്ദൻ, ഡോക്ടർ ഹെഡ്ഗേവാർ, രാമപ്രസാദ് ബിസ്മിൽ, ഇവരൊക്കെ. പക്ഷേ ഈ ഒറ്റപ്പെട്ട വിപ്ലവ പ്രവൃത്തികൾ കൊണ്ട് ഒന്നും നേടാൻ ഈ ചെറുപ്പക്കാർക്ക് കഴിഞ്ഞില്ല. അരവിന്ദൻ പോണ്ടിച്ചേരിയിലേക്ക് പോയി. രാമപ്രസാദ് ബിസ്മിൽ തൂക്കിക്കൊല്ലപ്പെട്ടു. ഡോക്ടർ ഹെഡ്ഗേവാർ ഒറ്റയ്ക്കായി തിരിച്ച് നാഗ്പൂരിൽ വന്നു. ഈ പൊതുപ്രവർത്തകൻ്റെ ഒരു പബ്ലിക് മൈൻഡുള്ള ആൾക്കാർ വെറുതെ ഇരിക്കില്ലല്ലോ. നാഗ്പൂർ വന്നു, കോൺഗ്രസ്സിൽ ചേർന്നു. അന്ന് സ്വാതന്ത്ര്യസമരം ആണൊരു ആക്ടിവിറ്റി. മറ്റൊരുപാട് പ്രശ്നങ്ങളൊക്കെ സമൂഹത്തിലുണ്ടെങ്കിലും അതിനെല്ലാം മറികടന്ന് നിൽക്കുന്നത് സ്വാതന്ത്ര്യത്തിൻ്റെ അഭിവാഞ്ഛയാണ്. അതിന് വേണ്ടിയിട്ടുള്ള സമരം, സത്യാഗ്രഹം, ഇതൊക്കെ. അപ്പോൾ ഡോക്ടർജിയും കോൺഗ്രസ്സിൽ ചേർന്നു. എല്ലാവരും കോൺഗ്രസ്സിലാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരും കോൺഗ്രസ്സിലാണ് തുടക്കം. അപ്പോൾ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഒരു പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞാൽ അത് കോൺഗ്രസ്സാണ്. നിങ്ങൾക്ക് സ്വന്തം സംഘടന വേറെയുണ്ട്. കേരളത്തിൽ നോക്കൂ, NSS ഉണ്ട്, SNDP ഉണ്ട്. പക്ഷേ NSSലെ ആൾക്കാർ, മന്നത്ത് പത്മനാഭനാണെങ്കിലും SNDPയിൽ ആർ ശങ്കർ ആണെങ്കിലും ഒക്കെ കോൺഗ്രസ്സിൽ ചേർന്ന് സ്വാതന്ത്ര്യ സമരം ചെയ്തവരാണ്, കോൺഗ്രസ്സുകാരായിരുന്നു. അതിൽ തെറ്റാരും കണ്ടിരുന്നില്ല. കാരണം കോൺഗ്രസ് ഒരു കോമൺ പ്ലാറ്റ്ഫോം, അതിലെല്ലാവരും അങ്ങനെയാണ്. സുഭാഷ് ചന്ദ്രബോസും മഹാത്മാഗാന്ധിയും എല്ലാം കോൺഗ്രസ്സിലായിരുന്നല്ലോ. വലിയ അഭിപ്രായ വ്യത്യാസമുള്ള ആൾക്കാരാണ്, പക്ഷേ കോൺഗ്രസ്സിലാണ്. കാരണം പ്ലാറ്റ്ഫോം കോൺഗ്രസ്സാണ്. ഡോക്ടർജിയും കോൺഗ്രസ്സിൽ ചേർന്നു. അപ്പോൾ അതിൻ്റെ സമരം, പ്രകടനം ഒക്കെ ആയിട്ട് വിദർഭ സംസ്ഥാനം, അന്ന് വിദർഭ സംസ്ഥാനത്തിൻ്റെ കോൺഗ്രസിൻ്റെ ജനറൽ സെക്രട്ടറി ആയിരുന്നു ഡോക്ടർ കേശവ ബൽറാം ഹെഡ്ഗേവാർ. RSS 1925 സ്ഥാപിച്ചു. 1940 അദ്ദേഹം മരിച്ചു. 1940 അദ്ദേഹം മരിക്കുന്നത് വരെ വിദർഭ കോൺഗ്രസിൻ്റെ ജനറൽ സെക്രട്ടറി, KPCC എന്ന് പറയുന്ന പോലെ VPCC, ഈ VPCCയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്നു ഡോക്ടർജി. ആർക്കും അതിൽ അസുഖമൊന്നും അലോഗ്യമൊന്നും തോന്നിയിരുന്നുമില്ല. കാരണം അന്ന് ഇന്നത്തെ പോലെ കമ്പാർട്ട്മെൻ്റലൈസ്ഡ് ആയിട്ടുള്ള പൊളിറ്റിക്സ് ഇല്ലല്ലോ. അധികാരം പിടിക്കാനുള്ള ത്വരയോ സംഗതിയോ ഒന്നുമില്ല. സ്വാതന്ത്ര്യം തന്നെ എന്ന് കിട്ടുമെന്നറിയില്ല, എന്ത് സംഭവിക്കുമെന്നറിയില്ല, അനിശ്ചിതത്വമാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാവർക്കും ഈ ഫോർമുല അറിയാം. പൊതുപ്രവർത്തനം, സ്വാതന്ത്ര്യ സമരം എന്ന് വെച്ചാൽ കോൺഗ്രസ്, ബാക്കിയുള്ള കാര്യങ്ങൾക്ക് ബാക്കി സംഘടനകൾ. അങ്ങനെ മുന്നോട്ട് പോയി. RSS സ്ഥാപിക്കാൻ കാര്യം, ഡോക്ടർജി ഈ പ്രവൃത്തിയൊക്കെ ചെയ്യുമ്പോഴും ഒരു കാര്യം മനസ്സിനെ അലട്ടിക്കൊണ്ടിരുന്നു. നമുക്ക് സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടത് എന്തുകൊണ്ടാണ്? സ്വാതന്ത്ര്യം നമ്മൾ കിട്ടാനായിട്ട് പ്രയത്നിക്കുന്നു, ഒരു പക്ഷേ കിട്ടിയെന്നും വരാം. ബട്ട് ഇത് പോയതെങ്ങനെ? അത് നമ്മളുടെ ചില കുറവുകൾ കൊണ്ടല്ലേ? കുറ്റം എന്ന് പറയേണ്ട, പക്ഷേ കുറവുകൾ കൊണ്ടല്ലേ? ആ കുറവുകൾ നികത്തണ്ടേ? എങ്കിലല്ലേ ഇനി സ്വാതന്ത്ര്യം കിട്ടിയാൽ തന്നെ അത് നിലനിർത്തണമെങ്കിൽ അതിന് പറ്റിയ ഒരു ജനത വേണ്ടേ? ആ ജനതയെ ആരുണ്ടാക്കിയെടുക്കും? ജനത എന്ന് പറഞ്ഞിട്ട് ഒരു യൂണിറ്റ് ഇല്ലല്ലോ. യൂണിറ്റ് ഹ്യൂമൻ ബീയിങ് ആണ്, മനുഷ്യനാണ്. അപ്പോൾ കൊള്ളാവുന്ന മനുഷ്യരെ ഉണ്ടാക്കുക, അതിൽ നിന്ന് കൊള്ളാവുന്ന ജനതയുണ്ടാകും. ആ ജനതയ്ക്ക് സ്വാതന്ത്ര്യം ലഭിച്ചാൽ അവർക്കിത് കൊണ്ടു നടത്താൻ പറ്റും.
ഇത് സ്വാമി വിവേകാനന്ദൻ ഒരു മദാമ്മയ്ക്ക്, അവരുടെ പേര് ഞാൻ മറന്നുപോയി, എഴുതിയ കത്തിൽ സ്വാമി വിവേകാനന്ദൻ പറഞ്ഞിരുന്നു അന്ന്, സ്വാതന്ത്ര്യം വലിയൊരു വിഷയമല്ല, ഞാൻ വേണമെങ്കിൽ വാങ്ങിച്ചു തരാം നിങ്ങൾക്ക്, ഒരു 2-3 ആഴ്ചത്തെ കാര്യമേ ഉള്ളൂ. ബട്ട് അത് നിലനിർത്താനുള്ള ആരോഗ്യം നിങ്ങളുടെ തോളുകൾക്കുണ്ടോ? ഡു യു ഹാവ് ബ്രോഡർ ഷോൾഡേഴ്സ്? ഇത് സ്വാമി വിവേകാനന്ദൻ ചോദിച്ചു. അപ്പോൾ ഈ ബ്രോഡർ ഷോൾഡേഴ്സ് ഉണ്ടാകുക, വീതിയുള്ള തോളുകളുണ്ടാകുക, സ്വാതന്ത്ര്യത്തിൻ്റെ ഭാരം താങ്ങാൻ പറ്റിയ ഒരു ജനതയുണ്ടാവുക. അങ്ങനെയുള്ള ജനതയെ നിർമ്മിക്കാൻ വേണ്ടി, അങ്ങനെയുള്ള വ്യക്തികളെ നിർമ്മിക്കാൻ വേണ്ടി വ്യക്തി നിർമ്മാണം എന്ന ലക്ഷ്യത്തോടു കൂടി തുടങ്ങിയതാണ് RSS. RSS തുടങ്ങുന്നു എന്ന് ഡോക്ടർ ജിയുടെ വീട്ടിൽ വെച്ച് 10-12 പേര് കൂടിയ ആ മീറ്റിങ്ങിൽ വെച്ച് ഡോക്ടർ ജി പ്രഖ്യാപിച്ചു. അത് 1925 സെപ്റ്റംബർ 27-നായിരുന്നു. അന്ന് ശാഖയൊന്നും തുടങ്ങിയിട്ടില്ല, പേര് പോലും ഇട്ടിട്ടില്ല. പക്ഷെ നമ്മൾ സംഘം തുടങ്ങുന്നു. നമ്മൾ ഫിസിക്കലി ആൻഡ് ഇൻ്റലക്ച്വലി കേപ്പബിളായിട്ട് വരണം. ഈ വക ചെറിയ കാര്യങ്ങൾ മാത്രം പ്രഖ്യാപിച്ചു. അതാണ് RSSൻ്റെ സ്ഥാപനം വിജയദശമിക്കാണ് എന്ന് പറയുന്നത്. നമ്മളിന്ന് കാണുന്ന ശാഖാരൂപം അന്നില്ല. ഒരു വ്യായാമശാല, ഒരു ജിംനേഷ്യം എന്ന രീതിക്കാണ് കൂടിക്കൊണ്ടിരുന്നത്. ഞായറാഴ്ചയും വ്യാഴാഴ്ചയും. ഞായറാഴ്ച വ്യായാമമൊക്കെ ഉണ്ടാകും, വ്യാഴാഴ്ച അതുമില്ല. ബട്ട് ഈ 2 ദിവസം കൂടിയിട്ട് രാഷ്ട്രകാര്യങ്ങൾ സംസാരിക്കും, ചർച്ച ചെയ്യും, പിരിയും. ഇതായിരുന്നു പതിവ്. ഈ പതിവ് കുറേ കാലം കൂടെ തുടർന്നു. 1925 കഴിഞ്ഞ് 1926 ഏപ്രിൽ 17-ന് വീണ്ടും ഇവർ ഡോക്ടർ ജിയുടെ വീട്ടിൽ കൂടി. അന്ന് ഒരു 4 പേരുകൾ സംഘടനയ്ക്ക് പരിഗണിക്കപ്പെട്ടു. അത് ഞാൻ പറയാം. ജെറി പട്ക മണ്ഡൽ, ഭാരത് ഉദ്ധാരക് മണ്ഡൽ, ഹിന്ദു സ്വയം സേവക് സംഘ്, രാഷ്ട്രീയ സ്വയം സേവക് സംഘ്. ഈ 4 പേരുകളാണ് പ്രമുഖമായിട്ട് പരിഗണനയ്ക്ക് വന്നത്. അതിൽ നിന്നാണ് രാഷ്ട്രീയ സ്വയം സേവക് സംഘ് എന്ന് പേര് വരുന്നത്. ആ പേര് സെലക്ട് ചെയ്തു. മെയ് 28-ന് 1926 മെയ് 28-നാണ് ആദ്യത്തെ ശാഖ എന്ന് പറഞ്ഞ് തുടങ്ങുന്നത്. ആ ശാഖയിൽ ഇന്നിപ്പോൾ കാണുന്ന ഗണവേഷില്ല, ഭഗവദ്ധ്വജമില്ല, പതാകയില്ല, ഈ പറഞ്ഞ സമ്പതയില്ല, പ്രത്യേകിച്ച് ചിട്ടവട്ടങ്ങൾ ഒന്നും ആയില്ല. അതെല്ലാം പിന്നീട് മെല്ലെ മെല്ലെ ഉണ്ടായി വന്നതാണ്. ആദ്യത്തെ യൂണിഫോം ബ്രിട്ടീഷുകാർ വാണിംഗ് കൊടുത്തു. ഇത് ബ്രിട്ടീഷ് പട്ടാളത്തെ പോലെയുള്ള യൂണിഫോമാണ്, അത് പറ്റില്ല എന്ന് പറഞ്ഞു. അത് മാറ്റി. പിന്നീട് RSSൻ്റെ ഉള്ളിൽ തന്നെ ചർച്ച ചെയ്തിട്ട് പലവിധ മാറ്റങ്ങൾ യൂണിഫോമിൽ വരുത്തി. അതൊക്കെ പഴയ RSSകാർക്ക് ഓർമ്മയുണ്ടാകും, എനിക്കും ഓർമ്മയുണ്ട്. ആദ്യത്തെ യൂണിഫോം 2 തവണ മാറ്റിക്കഴിഞ്ഞിട്ട് 3ാമത്തെ യൂണിഫോം നിലവിലുള്ളപ്പോഴാണ് ഞാൻ RSSകാരനാകുന്നത്. അതിനുശേഷം പലതവണ RSSൻ്റെ യൂണിഫോം പരിഷ്കരിക്കപ്പെട്ടു. അതൊരു കൺസെൻസസ്, ഒരു അഭിപ്രായം വരുമ്പോൾ അതങ്ങനെ ചർച്ച ചെയ്യും. ചിലപ്പോൾ 2, 3, 5, 6 വർഷമൊക്കെ എടുത്തിട്ട് അങ്ങനെ ചെയ്യും. ഈ ഷോർട്ട്സ്, നിക്കർ എന്ന് പറയുന്നത് മാറ്റി പാൻ്റ് ആക്കിയിട്ട് അധികകാലമായിട്ടില്ലല്ലോ. ബട്ട് പാൻ്റ് ആക്കിക്കൂടെ എന്നുള്ള ചോദ്യം തുടങ്ങിയിട്ട് എൻ്റെ അറിവിൽ കുറഞ്ഞൊരു 15 വർഷമെങ്കിലും ആ പാൻ്റ് ആക്കണം, പാൻ്റ് ആക്കിയാൽ എന്താ, പാൻ്റ് കുറച്ചുകൂടെ സൗകര്യമില്ലേ, ഇപ്പോൾ കാലം മാറിയില്ലേ, ഈ ജാതി വർത്തമാനം കൂടിക്കൂടിയാണ് ഇത് പാൻ്റായിട്ട് മാറിയത്. RSSൻ്റെ ഒരു ഗുണവും അതാണ്. എന്തുകൊണ്ടാണ് 100 വർഷമായിട്ടും RSS ചിന്നിച്ചെതറി ഗ്രൂപ്പ് വഴക്ക് ബഹളം ഒക്കെ ആയിട്ട് പോകാത്തത്? കാലത്തിനൊത്ത് മാറാൻ RSS തയ്യാറാണ്. അതുകൊണ്ടാണ്. മൂല്യങ്ങൾ വിടാതെ കാലാനുസൃതമായിട്ട് മാറും. ദിനോസർ ലോകത്തില്ലാതെ പോയത് എന്തുകൊണ്ടാണ്? കാലത്തിനനുസരിച്ച് സ്വന്തം ശരീരം മോഡിഫൈ ചെയ്ത് കൊണ്ടുപോകാൻ ദിനോസറുകൾക്ക് കഴിഞ്ഞില്ല. അതുകൊണ്ട് അതിന് വംശനാശമുണ്ടായി. RSSന് ഈ കഴിവുണ്ട്. അതുകൊണ്ട് ഒരു കാര്യം ഡോഗ്മ ആയിട്ട് കൊണ്ടു നടക്കുന്ന ഏർപ്പാട് RSSനില്ല. ഇതിങ്ങനെ പാടുള്ളൂ, അതെന്താ, അതങ്ങനെ പണ്ടങ്ങനെ പറഞ്ഞിട്ടുണ്ട്,
ഇങ്ങനെയില്ല. പണ്ടങ്ങനെ പറഞ്ഞു, ശരി, ഇപ്പോൾ നമ്മൾ കാലത്തിനനുസരിച്ച് ഇത് മാറ്റിയാൽ എന്താ കുഴപ്പം? കുഴപ്പമൊന്നുമില്ല, എന്നാൽ പിന്നെ മാറ്റാം. ഇതാണ് RSSലെ ചിന്താഗതി. മാറ്റങ്ങൾക്ക് വഴിപ്പെടാൻ തയ്യാറായതുകൊണ്ടാണ് RSSന് നിലനിൽക്കാൻ കഴിഞ്ഞത്. അതേസമയം ഈ സ്വാമി രംഗനാഥാനന്ദയുടെ ഒരു പുസ്തകമുണ്ട്, എറ്റേണൽ വാല്യൂസ് ഫോർ എ ചേഞ്ചിങ് സൊസൈറ്റി. RSS ചെയ്തത് എറ്റേണൽ വാല്യൂസ് വിട്ടുകൊടുക്കാതെ ചേഞ്ചിങ് സൊസൈറ്റിക്ക് അനുസരണമായിട്ട് തങ്ങളുടെ ടെക്നിക്സ്, തങ്ങളുടെ മെത്തേഡ്സ്, തങ്ങളുടെ അപ്പിയറൻസ്, തങ്ങളുടെ ഇഡിയംസ് ഇതെല്ലാം മാറ്റിക്കൊണ്ടിരുന്നു. അതുകൊണ്ട് ജനങ്ങളുമായിട്ടുള്ള സംവേദനം കൃത്യമായിട്ട് നടന്നു വന്നു. അതേസമയം അടിസ്ഥാനപരമായ ആദർശങ്ങളിൽ മാറ്റവുമില്ല. പലരും പ്രയോഗിക്കാറുണ്ട് സംഘത്തിൻ്റെ ആദർശം, സംഘത്തിൻ്റെ ഐഡിയോളജി. അത് ഇപ്പോൾ എല്ലാവരും പറയുന്നു, അതുകൊണ്ട് തെറ്റാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. ബട്ട് ഫലത്തിൽ RSSന് ഐഡിയോളജി ഇല്ല, ഫിലോസഫിയാണുള്ളത്. ഐഡിയോളജി എന്ന് പറയുമ്പോൾ നമ്മൾ കൃത്രിമമായിട്ട് സൃഷ്ടിച്ചെടുക്കുന്ന ചില പ്രിൻസിപ്പിൾസിൻ്റെ ഒരു സംഘാതം, കുറ്റിതറച്ച് തിരിച്ചതാ ഇതെൻ്റെ സ്ഥലം എന്നൊക്കെ പറയുന്നതാണ് ഐഡിയോളജി. ഇറ്റ്സ് വട്ട് എവർ ഇറ്റ് മേ ബി. അതൊരു നാരോ ഏർപ്പാടാണ് ഐഡിയോളജി. ഫിലോസഫി അങ്ങനെയല്ല. ഭാരതത്തിൻ്റെ ഫിലോസഫി ഈസ് വാസ്റ്റ്. ദെർഫോർ RSSൻ്റെ ഫിലോസഫി എന്ന് പറയുന്നത് ഭാരതത്തിൻ്റെ ഫിലോസഫിയാണ്. അപ്പോൾ RSSനുള്ളത് ഫിലോസഫിയാണ്, ഐഡിയോളജി അല്ല. അപ്പോൾ ഫിലോസഫിയിൽ വെള്ളം ചേർക്കാതെ കാലത്തിനനുസരിച്ച് മാറ്റങ്ങൾക്ക് വിധേയമായി. ഈ ഫിലോസഫിയിൽ കുറ്റങ്ങളും കുറവുകളും ഇല്ലേ? ഉണ്ട്. അത് ആവുന്നത്ര മാറ്റിയെടുക്കാൻ ശ്രമിച്ചു. എല്ലാം മാറിയോ? ഇല്ല, ഇനിയും മാറാനുണ്ട്. ഫിലോസഫിയിലും തിരുത്തുകൾ വരുത്താനുണ്ട്. ഫിലോസഫിയിലെ ബേസിക്സ് തിരുത്തേണ്ട കാര്യമില്ല. ഉപനിഷത്ത് തത്വങ്ങൾ അത് ഇനി മാറ്റാനില്ല. ബട്ട് മറ്റ് ഒരുപാട് കാര്യങ്ങൾ മാറാൻ കിടക്കുന്നു. സൊസൈറ്റിയിലെ, സമൂഹത്തിലെ ചില വേണ്ടാത്ത പെരുമാറ്റങ്ങൾ, സംശയങ്ങൾ, അല്ലെങ്കിൽ രീതികൾ, ഇതൊക്കെ മാറ്റേണ്ടി വരുന്നു. അപ്പോൾ അത് മാറ്റാനായിട്ടും RSS പ്രചോദിപ്പിക്കും. പക്ഷേ അതിൽ വെച്ച് ബഹളം വയ്ക്കുകയൊന്നുമില്ല. ഞങ്ങളിത് മാറ്റാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് രാവിലെ കൊട്ടുപടിയും ഉളിയും ഒക്കെ ആയിട്ട് ഇറങ്ങുക, കണി കണ്ടവരെ ഉപദ്രവിക്കുക, അങ്ങനെയില്ല. ആ മാറ്റം സൊസൈറ്റി മാറി എന്ന് പോലും അറിയാതെ ആ മാറ്റം സംഭവിക്കണം. അപ്പോഴേ അതിനൊരു സുഖമുള്ളൂ. അപ്പോൾ ഇങ്ങനെ പ്രവർത്തിക്കുന്നതുകൊണ്ടാണ് RSS 100 വർഷമായിട്ടും വർദ്ധിക്കുന്നതല്ലാതെ ക്ഷീണിക്കാതെ ഇരിക്കുന്നത്. ഈ ഒരു എറ്റേണൽ വാല്യൂസ് ഫോർ എ ചേഞ്ചിങ് സൊസൈറ്റി എന്ന പ്രിൻസിപ്പിളിൽ നിൽക്കുകയും കാഴ്ചപ്പാടിലോ നിലപാടിലോ പുറപ്പാടിലോ കടപ്പാടിലോ വെള്ളം ചേർക്കാത്തത് കൊണ്ടും ആണ്. ഇനിയും ദീർഘകാലം RSS നിലനിൽക്കും. RSS അപ്രസക്തമാകും എന്ന് ഗുരുജി ഗോൾവൽക്കർ പറഞ്ഞിട്ടുണ്ട്. എപ്പോൾ? വെൻ യുവർ മിഷൻ ഈസ് അക്കംപ്ലിഷ്ഡ്. അതാണ് ഗുരുജി പറഞ്ഞിരിക്കുന്നത്. ഒരു സംഘടനയുടെ ദൗത്യം വിജയിക്കുമ്പോൾ ആ സംഘടന അപ്രസക്തമാകുന്നു. അപ്പോൾ RSSൻ്റെ ദൗത്യം ഭാരതത്തിൻ്റെ പരമവൈഭവമാണ്. ആ പരമവൈഭവം എത്തിക്കഴിഞ്ഞാൽ പിന്നെ അത് നിലനിർത്തണ്ടേ? അപ്പോഴും RSS പ്രസക്തമായിരിക്കും. RSSൻ്റെ പ്രവർത്തനം കൊണ്ടല്ലാതെ പരമവൈഭവത്തിൽ തന്നെ ഭാരതം നിലനിൽക്കുന്ന ഒരവസ്ഥ വന്നാൽ അന്ന് RSS എന്ന സംഘടനയ്ക്ക് പ്രസക്തിയില്ലാതെയാവും എന്നാണ് ഗുരുജി ഗോൾവൽക്കർ പറഞ്ഞതിൻ്റെ താല്പര്യം. അത് ഉടനെയെങ്ങും ഉണ്ടാവാനും പോകുന്നില്ലല്ലോ. അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം ചരൈവേദി വീണ്ടും വീണ്ടും മുന്നോട്ട് പോകുക, ഇതേ മാർഗമുള്ളൂ. ഭാരത് മാതാ കി ജയ്.